ഞാൻ ബേക്കിങ്ങും കൂടെ ആയത് കാരണം എനിക്ക് കറണ്ട് ബില്ല് കണ്ടമാനം വരുന്നുണ്ടായിരുന്നു. ഒരു 3000-ന് മുകളിൽ കറണ്ട് ബില്ല് വരാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ സോളാറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ സോളാറിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് കറണ്ട് ബില്ലായിട്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് തിരിച്ച് കിട്ടും. ആ പൈസ മീറ്റർ റീഡിങ് മാത്രമേ ആവുന്നുള്ളൂ നമുക്ക് കറണ്ട് ബില്ലായിട്ട് മന്ത്ലി വരുന്നത്. ഞാനൊരു 3 കിലോവാട്ടിൻ്റെയാണ് വെച്ചിരുന്നത്. പക്ഷേ നല്ല വെയിലുള്ള ദിവസം 12 യൂണിറ്റ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാത്ത ദിവസം മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ തന്നെ ഒരു 3-4 യൂണിറ്റ് നമുക്ക് കിട്ടും. അത് മതിയാവും നമുക്ക് മഴയുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട്. ഒന്നര മാസമൊക്കെ യൂസ് ചെയ്തിരുന്ന ഗ്യാസ് എനിക്കിപ്പം 3 മാസം കൂടുമ്പോൾ ഒരു സിലിണ്ടർ മതി എനിക്ക്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ലാഭം തന്നെയാണ് സോളാർ. നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് വരുന്ന സർവീസ് പെട്ടെന്ന് കിട്ടാനുള്ള സൗകര്യത്തിനും കൂടെ കണക്കാക്കിയിട്ട്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ വീട്ടിലും ചെയ്തത് മൂപ്പൻസാണ്. അവർ കാലടിയാണ്. അവരുടെ സർവീസ് നല്ലതായതുകൊണ്ടാണ് മൂപ്പൻസ് സെലക്ട് ചെയ്തത്. ഈ ഗ്രൈൻഡറിനകത്ത് കയറി നോക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവരുടെ സർവീസിൽ നിന്നൊരു കോൾ വന്നിരുന്നു. അന്ന് തന്നെ വൈകുന്നേരം അവരുടെ സൈറ്റിലെ ആൾക്കാർ വന്നിരുന്നു. അന്ന് നോക്കി നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ നിങ്ങൾക്ക് വയ്ക്കാൻ ഏറ്റവും ഒരു അനുയോജ്യമായ സ്ഥലം, അതൊക്കെ പറഞ്ഞു തന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലോണം പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാം പറഞ്ഞു തരും. ചോദിക്കുമ്പോൾ തന്നെ അവരെല്ലാം കൂടുതലായിട്ട് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നുണ്ട്. വെള്ളം തിളപ്പിക്കുന്നതും കഞ്ഞി തിളപ്പിക്കുന്നതും ഒക്കെ ഇൻഡക്ഷനിലാണ്. അവിടെ ഗ്യാസ് അത്രയും സേവ് ചെയ്യുകയാണ്. വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് AC യൂസ് ചെയ്യുന്നുണ്ട്. 2 റൂമിൽ ഞങ്ങൾ AC യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു മീറ്റർ വാടക റെൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ. ഇതുവരെ അങ്ങനെയാണ്. നമുക്കിപ്പോൾ AC-യുടെ ധൈര്യമായിട്ട് ഇടാം, പേടിയില്ല. കറണ്ട് ആവും എന്നുള്ളൊരു പേടിയില്ല. വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹോം ബേക്കറാണ്. അപ്പോൾ എനിക്ക് ഓവൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം 2-3 കേക്ക്. മറ്റത് ഞാൻ ഒരു ഓവണിൽ, ഏറ്റവും വലിയ ഓവണിൽ 4 കേക്കൊക്കെ ഒന്നിച്ചാണ് വയ്ക്കാറ്. ഇപ്പം ഞാനത് നോക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചങ്ങ് കേക്ക് വെക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ഓവണിൽ, ചെറിയൊരു ഓവണിൽ വെച്ചിട്ട് യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് മാക്സിമം നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് മാക്സിമം യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു പാർലർ നടത്തുന്നത്. ഇന്ന് എനിക്കൊരു കസ്റ്റമർ വന്നു. ആ കസ്റ്റമറുടെ അടുത്ത് കൂടെ ഞാൻ പറഞ്ഞു, വളരെ അവർക്ക് 3000-ന് മുകളിൽ 4000 വരെ കറണ്ട് ബില്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്രയും വേഗം സോളാർ മേടിച്ച് വയ്ക്കുക, നിങ്ങളതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം. അപ്പോൾ അവരും ഇതപ്പം എൻ്റെ അടുത്ത് ചോദിച്ചവർ, നിങ്ങൾ എവിടെ ചെയ്തത്, എന്താ ചെയ്തത്. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണ്, എന്താണെന്നുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിയാവുന്നവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. 2000-ന് മുകളിൽ കറണ്ട് ബില്ല് വരുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് എല്ലാം. ഇനിയിപ്പോൾ മോൻ്റെ റൂമിലും കൂടെ ഒരു AC മേടിച്ച് വയ്ക്കുക, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കറണ്ട് ചിലവാക്കണതിന് ഒരു മടിയും വേണ്ടാന്ന് ചോദിച്ചു.